ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു സൺഡേ ആയിട്ട് ഐശ്വര്യമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വെച്ച് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പതിവില്ലാതെ ഇന്ന് രാവിലെ 7:45 ഞാൻ എണീറ്റു ഗൈസ്. എണീറ്റ് വന്ന് അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ഏതാ ചായ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചായയും എടുത്തു കുടിച്ച് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പമായിരുന്നു. കണ്ടു ഗൈസ്, എനിക്ക് ഇടിയപ്പം ഇങ്ങനെ ചുറ്റുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എത്ര നോക്കിയാലും ഇതിങ്ങനെ ചുറ്റാൻ പറ്റത്തില്ല, അതാണ് സത്യം. അങ്ങനെ അതും നോക്കി നിന്നു. ആർക്ക് ഇടിയപ്പത്തിൽ തേങ്ങ വെക്കുന്നത് ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ തേങ്ങ ഇടിയപ്പത്തിൽ കാണരുത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. മുട്ടക്കറി ഒന്നും വീടെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ എപ്പോഴോ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്മ പൈനാപ്പിൾ മുറിച്ചുകൊണ്ട് തന്നു. നമുക്ക് ഗൈസ്, ഞങ്ങളുടെ ലൂണേനെ അപ്പുറത്തെ ലിൻഡോ പൂച്ച കടിച്ച് അതിന്റെ വിഷമത്തിലാണോ നാണക്കേടാണോ എന്നറിയില്ല. അമ്മ മിണ്ടാണ്ടിരിക്കുവായിരുന്നു ഇന്ന് ഫുൾ. ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. അങ്ങനെ അവനെ പോയി തോണ്ടി എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ബുക്കൊക്കെ വായിക്കാമെന്ന് വിചാരിച്ച് ഒരു ബുക്കെടുത്ത് തുറന്നു വെച്ച് വെറുതെ ഒരു പ്രഹസനം അതും പഠിച്ചിരുന്നു. പിന്നെ ഇതെൻ്റെ സീക്രട്ടാണ് ഗൈസ്. അതും കഴിഞ്ഞ് അപ്പത്തേനും ചോറുണ്ണാൻ അമ്മ വിളിച്ചു. പിന്നെ ചോറിന് മോരുകറി ഉണ്ടായിരുന്നു, പൈനാപ്പിളിട്ട മോരുകറി, അങ്ങനെ ഇതൊക്കെയായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇവിടെ നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ചോറും പിന്നെന്താ ക്യാബേജ് തോരൻ, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, നല്ല പൈനാപ്പിൾ ഇട്ട മുളീര ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ സമയം 2:30. അപ്പോൾ ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങി എണീറ്റു. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി എണീറ്റപ്പത്തേനും വൈകിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കള ഞാൻ ചെന്നപ്പോൾ അമ്മ ഉണ്ണിയപ്പത്തിനുള്ള പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അതിൻ്റെ ആ ഒരു മാവുണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ വേണ്ടി ഷെയ്ഡാൻ വേണ്ടി തേങ്ങ വറുത്തുകൊണ്ടിരിക്കുക നെയ്യിൽ. അങ്ങനെ തേങ്ങ വറുത്ത് അതിൻ്റെ മാവിൻ്റെ അകത്തോട്ടിട്ട് നല്ല സ്മെല്ലായിരുന്നു ഗായ്സ്. ഈ തേങ്ങ നെയ്യിൽ വറുത്തപ്പം അതൊക്കെ മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ഉണ്ണിയപ്പമായിരുന്നു. കുറേ നാൾ കൂടി അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അമ്മയുടെ ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് കടയിലെ ഉണ്ണിയപ്പം ഇഷ്ടമേ അല്ല. എന്തുവാ ഒരാൾക്ക് തെറിഞ്ഞ് അവരോട് ചത്ത് വീഴും, അതുപോലത്തെ കട്ടിയിരിക്കും. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്ന ഗൈസ് അവർ തമ്മിൽ അടിയായി. എന്തിനാവട്ടെ രണ്ടുകൂടെ തളിച്ചാവട്ടെ. അങ്ങനെ ഞങ്ങളിതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല സൂപ്പർ ഉണ്ണിയപ്പമായിരുന്നു. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല ഗൈസ്, അമ്മ നല്ലൊരു കുക്ക. എനിക്ക് അമ്മയുടെ ഫുഡ് അമ്മയുടെ മുന്നേ വെച്ച് 2 കുറ്റൊക്കെ പറയെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വീട്ടിൽ നിന്ന് മാറുന്നപ്പോഴാണ് ഞാൻ ശരിക്കും അറിഞ്ഞത്. പ്രത്യേകിച്ച് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഈ സ്നാക്സൊക്കെ ഉണ്ടല്ലോ, അമ്മ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഇത് എനിക്ക് കുറച്ച് ക്രിസ്പി ആയിരിക്കണം, പക്ഷേ അതും ഭയങ്കര കട്ടിയായിരിക്കില്ല. അങ്ങനത്തെ ഉണ്ണിയപ്പം എനിക്കിഷ്ടം. ഇത് സൂപ്പറായിരുന്നു എന്ന് പറയുന്നതാണ്. കറക്റ്റ് മധുരവും, എനിക്ക് ഒരുപാട് മധുരമൊന്നും ഇഷ്ടമല്ല. അങ്ങനെ എല്ലാം കൊണ്ട് ഇതൊരു നല്ല ഉണ്ണിയപ്പമായിരുന്നു ഗൈസ്. നല്ല നെയ്യുടെ ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം കഴിച്ച് ചായയും കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എങ്ങനെ കഴിച്ച് എങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബായ്.